ഒട്ടുമിക്ക എല്ലാ സ്ത്രീകളുടെയും പ്രശ്നമായിരിക്കും അല്ലേ, രാവിലെ എന്തുണ്ടാക്കും എന്നുള്ളത്. എന്നാൽ ഒരുപാട് സമയം കുഴച്ച് പരത്തി കഷ്ടപ്പെടാതെ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുത്താലോ? ഒരു ബൗളിലേക്ക് 2 കപ്പ് ആട്ടപ്പൊടി, ഒരു 1/4 കപ്പ് ചെറിയെടുത്തിട്ടുള്ള തേങ്ങയും, 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും, 1/2 ടീസ്പൂൺ ഉപ്പും, ഒരു 2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കിതിനൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ 2 കപ്പ് ഞാൻ ആദ്യം മുഴുവനായിട്ട് ഒഴിച്ചിട്ടില്ല, ഒരു 1/4 കപ്പ് ഞാൻ അവിടെ ബാലൻസ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചതിന് ശേഷമാണ് ഇത് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. വെള്ളം കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ബാക്കി 1/4 കപ്പ് കൂടെ ഒഴിച്ചെടുത്താൽ മതി. പിന്നെ വെള്ളത്തിൻ്റെ അളവൊക്കെ നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിനൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് മാവ് കിട്ടേണ്ടത്. അപ്പോൾ തലേന്നൊക്കെ മാവ് അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് രാവിലെ ഇൻസ്റ്റൻ്റായിട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇനി അതല്ല, രാവിലെയാണ് മാവ് അരച്ചെടുക്കുന്നതെങ്കിൽ വെള്ളം എടുക്കുന്നത് ചെറിയൊരു ചൂട്ടിലുള്ള വെള്ളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പെർമനൻ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ രാവിലെയാണ് ഇത് അരച്ചെടുക്കുന്നതെങ്കിൽ ഒരു 3/4 മണിക്കൂറെങ്കിലും നമുക്കിത് പെർമനൻ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. ഞാനിതിപ്പോൾ ഇവിടെ മാവ് രാത്രി തന്നെ അരച്ച് വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതാ രാവിലെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. ചൂടായ പാനിലേക്ക് ഒരു കയ്യിൽ മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്ത് നമുക്കിതിനെ അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നിറയെ ഹോൾസൊക്കെ വന്നിട്ട് നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ അപ്പം അവിടെ കിട്ടുന്നത്. ഇപ്പോൾ രാവിലെ സമയമില്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും രാത്രി അരച്ച് വെക്കുന്നതാകും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ രാത്രി അരച്ച് വെച്ചാൽ രാവിലെ തന്നെ നേരെ എടുത്തിട്ട് ഇത് ചുട്ടെടുത്താൽ മതിയല്ലോ. ഇനി ടൈം കൂടുതൽ ഉണ്ടെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ അരച്ച് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാ ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ലെവലിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതാ ഇതുപോലെ നിറയെ ഹോൾസൊക്കെ വരുന്ന രീതിയിൽ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഇനി ഇതാ ഇതിനെ ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് കൊടുത്ത് അതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കാം. ഇനി ഇതിനെ പാനിൽ നിന്നും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാനിവിടെ ബാക്കിയുള്ളതെല്ലാം തന്നെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അതൊക്കെ ഒന്ന് പോയിട്ട് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചോറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഒരു അപ്പം അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള കറിയുടെ കൂടെ ഇത് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി സംഭവം ഈസി അല്ലേ?